ഞാൻ ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 14 ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അതിശക്തമായ രോഗം അമ്മ മാതാവ് മാറ്റിത്തന്നു. അതിൻ്റെ സാക്ഷി ഞാൻ ഈ അമ്മ മാതാവിൻ്റെ അൾത്താരയിൽ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞുള്ള വലിയൊരു സാക്ഷ്യത്തിലേക്ക് ഞാൻ പറയാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 1 കോടി രൂപയുടെ ഒരു ബാധ്യത. 50 പിള്ളേരടങ്ങുന്ന ഒരു ഹോസ്റ്റൽ കൊറോണ കാലം വന്നപ്പോൾ അതെല്ലാം അടച്ചുപൂട്ടി. ബാങ്കിൽ അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല. ഇപ്പോൾ കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ബാങ്ക് നടപടികളെല്ലാം കുറച്ച് താളം വന്നു. അപ്പം നടപടിക്രമങ്ങൾക്കെല്ലാം മാറ്റം വന്നു. ആ ഇടയ്ക്ക് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. 3ാമത്തെ തവണ പുതുക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചൊരു കാശുരൂപം തന്നു. ഈ കാശുരൂപം കൊണ്ട് വീട്ടിൽ കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് അമ്മയോട് പറഞ്ഞു, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ. അച്ഛൻ എന്നോട് ചോദിച്ചു, വിൽക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എന്ത് കാണിച്ചാലും വേണ്ടില്ല അച്ഛൻ, കടം മാറിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അവസാനം ആ കാശുരൂപം ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു. കൊറോണ കാലം തീരാറായപ്പോഴത്തേക്കും അത് എടുക്കേണ്ടതായ മാതാവ് ഒരാളെ പറഞ്ഞയച്ചു. ഹോസ്റ്റലും വീടും എല്ലാം കൂടി മൊത്തം എല്ലാം കൊടുത്തു. കടബാധ്യത മുഴുവൻ തീർന്നു. ആദ്യത്തെക്കാലം അതിശക്തി നല്ല മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് അവിടെ അടുത്ത് തന്നെ, ആ ഇടവയിൽ തന്നെ, ആ വാർഡിൽ തന്നെ കാണിച്ചു തന്നു. അതിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്നു. കൊറോണ കാലം പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ മൗനമായിരുന്നാൽ മതി. ആ വചനപ്രകാരം കൊറോണ കാലം ഞങ്ങൾ മൗനമായി തന്നെ ഇരുന്നു. സമയം ആയപ്പോൾ ഇതെല്ലാം നടന്നു. ഇത്രയും വലിയ ഒരനുഗ്രഹം തന്ന് അമ്മ മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. ഈ സഹോദരിയുടെ സാക്ഷ്യം ഇവിടെ വരുമ്പോൾ 1 കോടി രൂപ കടവുമായിട്ടാണ് വരണത്. അപ്പം അതിനൊരു മാർഗ്ഗമില്ല. ഒരുപാട് നാളായിട്ട് ഒരു 50ഓളം കുട്ടികളെ വെച്ച് നടത്തിയിരുന്നൊരു ഹോസ്റ്റലുണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റുപോയി കഴിഞ്ഞാലെങ്കിലും ആ കടം മാറുമല്ലോ എന്ന് കരുതി നിന്നിട്ട് ആരും വരണില്ല. ഉടമ്പടി ചെയ്തേച്ചും ഇവിടെ വന്നു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണം. എന്നിട്ട് അച്ഛൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവെ നീ ആഗ്രഹിക്കുന്നത് വിറ്റുപോകാനാണെങ്കിൽ വിറ്റുപോയിക്കൊള്ളട്ടെ. എന്നിട്ട് ഇവരോട് ചോദിച്ചു, അത് വിറ്റുപോകാൻ വേണ്ടിയാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു, എന്ത് വന്നാലും കുഴപ്പമില്ല അച്ഛാ, കടം മാറിയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടി അപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ കീഴിൽ ഈ അൾത്താരെ, അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് വിട്ടു. ഇവർ കൊണ്ട് ഉടമ്പടി കാശുരൂപം ഈശോയുടെ നാമത്തിൽ അവിടെ നിക്ഷേപിച്ചു. സംഭവിക്കുന്നത്, ഒരാൾ വന്നു, ആ ഹോസ്റ്റലും ഇവരുടെ വീടുമടക്കം അയാൾ എടുത്തു. അത് വാങ്ങിയ ഉടനെ തന്നെ മുഴുവൻ കടം വീടി മാത്രമല്ല, 1 കോടി രൂപയുടെ കടം വീടിയത് മാത്രമല്ല, അതിനുശേഷം താമസിച്ചിരുന്നതിനേക്കാളും നല്ലൊരു വീട്ടിലേക്ക്, അതായത് അവിടെ തന്നെ അതേ വാർഡിൽ തന്നെ അമ്മ മാതാവ് കാണിച്ചു കൊടുത്തിട്ട് സ്വന്തം നാട്ടിൽ തന്നെ അധിവസിക്കാനുള്ളൊരു കൃപയും പരിശുദ്ധ അമ്മ കൊടുത്തു. അപ്പം നിൻ്റെ കടങ്ങൾ എത്രയാണെന്നുള്ളതല്ല, നിൻ്റെ പ്രയാസങ്ങൾ എത്രയാണെന്നുള്ളതല്ല, ദൈവമായ കർത്താവിൽ നീയും നിൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഈ അമ്മ പറഞ്ഞതുപോലെ പുറപ്പാടിൻ്റെ 14:14 കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഈശോയാണ് യുദ്ധം ചെയ്തത് അമ്മയുടെ മധ്യസ്ഥതയിൽ. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ
ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.